ജേക്കബ്സ് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൽറ്റ് ഇൻ ഡിഷ് വാഷർ ഫുള്ളി ഇൻ്റർഗ്രേറ്റഡ്. എലീക്ക എന്ന ബ്രാൻഡിൻ്റെ ഫുള്ളി ഇൻ്റർഗ്രേറ്റഡ് ഡിഷ് വാഷാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഡിഷ് വാഷർ നമുക്ക് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ് ഇനി വിശദമായിട്ട് പറയുന്നത്. അപ്പോൾ ഡിഷ് വാഷറിന് നമ്മൾ ആദ്യം തന്നെ ഇതുപോലത്തെ ഒരു കാർ കേസ് കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഈ ഒരു കാർ കേസിൻ്റെ ഉള്ളിലോട്ടാണ് നമ്മൾ ഈ ബിൽറ്റ് ഇൻ ഡിഷ് വാഷർ ഫുള്ള് ഇൻബിൽറ്റ് ചെയ്യുന്നത്. പൊതുവേ കണക്ഷൻ എല്ലാം ഇലക്ട്രിക്കൽ, വാട്ടർ ഇൻലെറ്റ്, വാട്ടർ ഔട്ട്ലെറ്റ് ഇതെല്ലാം ഈ ഒരു ക്യാബിനറ്റിൽ ഒരിക്കലും കൊടുക്കരുത്. അടുത്തുള്ള ഏതെങ്കിലും ഒരു ക്യാബിനറ്റിലാണ് ഈ 3 പോയിന്റ് നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത്. ഈ ഒരു ക്യാബിനറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിഷ് വാഷർ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് കുറച്ച് തടസ്സങ്ങളും പിന്നെ അതുപോലെ സർവീസ് സംബന്ധമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഡിഷ് വാഷറിന്റെ കണക്ഷൻ വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഓസ് വരുന്നുണ്ട്. ഈ ഒരു ഓസ് ശരിക്കും പറഞ്ഞാൽ ഇത് പമ്പ് വഴിയാണ് ഇതിൻ്റെ ഡ്രെയിനേജ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇതിൻ്റെ മിനിമം ഹൈറ്റ് എന്ന് പറയുന്നത് 40 സെൻറ്റിമീറ്റർ ആണ്. അതായത് ഫ്ലോറിൽ നിന്ന് 40 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് ഇത് പൈപ്പ് സെറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു ലെവലിൽ ഒരിക്കലും പുറത്തേക്ക് പൈപ്പ് കൊടുക്കരുത്. അതുകൂടാതെ ഇതിനൊരു 16 ആംപിയറിൻ്റെ 3 പിൻ ടോപ്പ് വരുന്നുണ്ട്. 16 ആംപിയറിൻ്റെ സോക്കറ്റ് തന്നെയാണ് കൊടുക്കേണ്ടത്. പിന്നെ ഒരു 3/4 ഇഞ്ചാണ് ഇതിൻ്റെ ഇൻലെറ്റ് കണക്ഷൻ, വാട്ടർ ഇൻലെറ്റിൻ്റെ കണക്ഷൻ വരുന്ന 3/4 ഇഞ്ചാണ്. ഇതിനകത്തൊരു ഫിൽറ്റർ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ, എന്തെങ്കിലും കരടൊക്കെ കുടുങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പം പൊതുവേ നമ്മൾ കണക്ഷൻ എല്ലാം കൊടുക്കുന്നത് 1/2 ഇഞ്ചിൻ്റെ ആംഗിൾ കോക്കായിരിക്കും. അപ്പോൾ ഇതിനകത്തൊരു ചെറിയൊരു CP ബുഷ്, 1/4 CP ബുഷ് ഇട്ടിട്ട് നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാം. ഡിഷ് വാഷർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളിതിപ്പം ഇതിൻ്റെ ബേസ് ഫുള്ളായിട്ട് സീറ്റിംഗ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിന് നമ്മൾ ഒരു ലെഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ കാണുന്നതാണ് അതിൻ്റെ ലെഗ്. ഈ ലെഗ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് മിനിമം ഒരു 1 സെൻറ്റിമീറ്ററെങ്കിലും ഈ ഒരു ബേസ് പൊങ്ങി നിൽക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെയുള്ള ഫ്ലോട്ട്സ് വെച്ച് ജാമായിരുന്നിട്ട് ഡിഷ് വാഷർ വർക്ക് ചെയ്യാതിരിക്കും. പിന്നെ അതുകൂടാതെ അതിൻ്റെ ബാക്ക് സൈഡിലെ ലെഗ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു സ്ക്രൂവിൻ്റെ പോയിന്റ് ആണ്. ഇത് നമ്മൾ തിരിക്കുന്നതനുസരിച്ചിട്ടാണ് ബാക്ക് സൈഡ് നമ്മൾ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ചില മോഡലുകൾക്ക് ഇത് സ്റ്റാർ ആയിരിക്കാം, ചില മോഡലുകൾക്ക് ഇത് എലൻകി ആയിരിക്കും. ഇതൊരു ഫുള്ളി ഇൻ്റർഗ്രേറ്റഡ് ഡിഷ് വാഷറാണ്. ഇതിന് വരുന്ന പോയിന്റുകളും ഡിസ്പ്ലേയും ഏരിയ വരുന്ന ഭാഗങ്ങളാണ് ഈ കാണുന്നത്. ഇതിൻ്റെ കൺട്രോളിങ് സ്വിച്ചുകളാണ്. പ്രോഗ്രാം, ഇത് സ്റ്റാൻഡ് ബൈ ബട്ടണാണ്. ഇതിന്മേൽ നോക്കിയിട്ടാണ് നമ്മൾ ഡിഷ് വാഷർ ഓൺ ആക്കുന്നത്. ഇതൊരു ടൈം ഡിലേ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ടൈം ഡിലേ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ ഇവിടെ 3 മണിക്കൂർ, 6 മണിക്കൂർ, 9 മണിക്കൂർ, ഈ പ്രോഗ്രാം 3 മണിക്കൂർ, 6 മണിക്കൂർ, 9 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ സ്റ്റാർട്ട് ആവുള്ളൂ. അതിനുള്ളതാണ് ഈ ടൈം ഡിലേ. പിന്നെ അതുകൂടാതെ ഇതൊരു 1/2 എന്ന് എഴുതിയിട്ടുണ്ടാകും. ഇതൊരു ഹാഫ് ലോഡിൻ്റെ പ്രോഗ്രാമാണ്. ഹാഫ് ലോഡിൻ്റെ പ്രോഗ്രാം എന്താണെന്നുള്ളത് നമ്മൾ ഡിഷ് വാഷർ തുറന്നതിന് ശേഷം അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. ഇവിടെ എല്ലാത്തിനും അതിൻ്റെ ഇൻഡിക്കേഷൻ കൃത്യമായിട്ട് കാണിക്കും. ഇത് സാൾട്ട് അല്ലെങ്കിൽ സാൾട്ടിൻ്റെയാണ് ഇത് റീസൈക്കിൾ കാണിക്കുന്നത്. തൊട്ടിപ്പുറത്താണെങ്കിൽ ലൈറ്റിൻ്റെ ബട്ടൺ എന്ന് പറയുന്നത്, ഇതിനകത്ത് ലിക്വിഡ്, അതായത് റിൻസ് ലിക്വിഡ് കുറയുന്ന സമയത്ത് ഇതിനകത്ത് ലൈറ്റ് കത്തി കിടക്കും. പിന്നെ അതുകൂടാതെ ഇത് ഹാഫ് ലോഡ് ഓൺ ആക്കുന്ന സമയത്ത് ഇവിടെ ഹാഫ് ലോഡിൻ്റെ ലൈറ്റ് ഓൺ ആയി കിടക്കും. 1, 2, 3, 4, 5, 6 പ്രോഗ്രാമാണ് ഇതിനകത്തുള്ളത്. ഡിപ്പെൻഡ് ഓൺ മോഡൽ അനുസരിച്ചിട്ട് ഇപ്പോൾ എലീക്ക വേൾപൂളിലായാലും 12 പ്രോഗ്രാം വരെ ഉണ്ടാകും ഇതിനകത്ത്. ഓരോ ഡിപ്പെൻഡ് ഓൺ പ്രോഗ്രാമിനനുസരിച്ചിട്ട് ഈ മോഡലിനകത്ത് അല്ലെങ്കിൽ മറ്റുള്ള മോഡലിൽ ഡിപ്പെൻഡ് ഓൺ മോഡൽ അനുസരിച്ചിട്ട് പ്രോഗ്രാമിന് വ്യത്യാസം വരാം. ബേസിക്കലി എല്ലാ ഡിഷ് വാഷറുകളും സെയിം തന്നെയാണ്. അതുകൂടാതെ ഡിഷ് വാഷറിന് ബാക്ക് സൈഡിൽ പുറകുവശത്തായിട്ട് ഇതുപോലൊരു ഗ്യാപ്പ് ഉണ്ടാവും. ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ പൈപ്പുകളെല്ലാം തന്നെ സൈഡിൽ കൂടി ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ നമുക്ക് ഇതിൻ്റെ പൊസിഷൻ 2 സൈഡിലേക്കും മാറ്റാവുന്നതാണ്. അഴിച്ചു കഴിഞ്ഞാൽ മാറ്റാവുന്നതാണ്. ഇത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് സൈഡിലേക്ക് വേണമെങ്കിലും ഇതിൻ്റെ കണക്ഷൻ ചേഞ്ച് ചെയ്ത് പിടിപ്പിക്കാം. ഈ ഒരു കണക്ഷൻ നമുക്ക് ചേഞ്ച് ചെയ്ത് പിടിപ്പിക്കാം. അപ്പോൾ റൈറ്റ് സൈഡിലാണോ സിങ്കിൻ്റെ പോയിന്റ് ഉള്ളത് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതുവഴി നമുക്ക് പുറത്തേക്ക് വിടാം. അതിനാണ് ഈ ഒരു ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നത്. ഇത്രയും പൈപ്പുകളും വയറിങ്ങും കാര്യങ്ങളൊക്കെ ഇതിനിടയിൽ കൂടി പോകാനായിട്ട്. ഇതിൻ്റെ ഈ സൈഡിൽ കൂടി എടുത്തിട്ട് ഇതുപോലെ കാണുന്ന സ്കേറ്റിംഗ് ഉണ്ടാവും. ഈ സ്കേറ്റിങ്ങിൻ്റെ ഉള്ളിൽ കൂടി തുളച്ചിട്ട് ഇപ്പുറത്ത് വന്ന് തൊട്ടടുത്ത ക്യാബിനറ്റിൽ കയറിയിട്ട് നമുക്ക് മേളിലേക്ക് പൊക്കി അതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഡിസ്പെൻസർ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് റിൻസ് ലിക്വിഡാണ് നമ്മൾ ഒഴിക്കുന്നത്. ഇതിനകത്ത്
സാധാരണ വിമ്മിൻ്റെ ലിക്വിഡൊന്നും മേടിച്ച് ഒഴിക്കരുത്. അങ്ങനത്തെ സാധാരണ പാത്രം കഴുകുന്ന ലിക്വിഡൊന്നും ഒരിക്കലും ഒഴിക്കരുത്. ഡിഷ് വാഷറിന് ഉപയോഗിക്കാവുന്ന ലിക്വിഡ് മാത്രമേ ഇതിനകത്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഇതിനകത്ത് ഫുള്ള് ഫോമായിട്ട് നമുക്ക് രണ്ടാമത് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ റിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഇതിനകത്ത് ലിക്വിഡ് ഉണ്ട്, ഉപയോഗിക്കാനായിട്ടുള്ള ലിക്വിഡ് ഉണ്ട്. പിന്നെ അതുകൂടാതെ തൊട്ടിപ്പുറത്ത് കാണുന്നത് ഇതിൻ്റെ ഒരു സോപ്പ് പൊടി, ഡിഷ് വാഷറിന് ഉപയോഗിക്കുന്ന സോപ്പ് പൊടിയോ അല്ലെങ്കിൽ ലിക്വിഡ് എന്താണെങ്കിലും അതിനകത്ത് ഉപയോഗിക്കാം. പിന്നെ അതുകൂടാതെ ഇതിനകത്ത് നമുക്ക് ടാബ്ലറ്റ് ഉപയോഗിക്കാം. ടാബ്ലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5-in-1, 3-in-1, 2-in-1 അങ്ങനെ പല രീതിയിലും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതെല്ലാം നമുക്ക് ഒറ്റ പ്രാവശ്യത്തേക്കുള്ള വാഷാണ് ഇതിനകത്ത് ഉപയോഗിക്കേണ്ടത്. നമുക്ക് ആവശ്യമുള്ള അനുസരിച്ചിട്ട് ഇതിനകത്ത് ടാബ്ലറ്റ് ഓരോ പ്രാവശ്യം ഇടാം. ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഓപ്പൺ ആയിട്ടാണ് ടാബ്ലറ്റ് താഴെ വീഴുന്നത്. ഇനി അതല്ല നമുക്ക് വാഷിംഗ് കുറച്ചുകൂടി ക്വാളിറ്റിയിൽ വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചുമ്മാ ഇതിൻ്റെ താഴെ ടാബ്ലറ്റ് ഇട്ട് കൊടുത്താലും നമുക്ക് ആദ്യം മുതൽ തന്നെ അതിൻ്റെ വാഷിംഗ് നടക്കും. അങ്ങനെ കുറച്ചുകൂടി നല്ല വൃത്തിയിലാകും. വാഷിംഗ് എല്ലാം ക്ലീൻ ആയിട്ട് നല്ല വൃത്തിയിൽ കിട്ടും പാത്രങ്ങൾ. ഇതാണ് ഡിഷ് വാഷറിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത്. ഇതിൻ്റെ മുകളിലൊരു ലൈറ്റ് ഉണ്ടാവും. ചില മോഡലുകൾക്ക് ലൈറ്റ് ഉണ്ടാവില്ല, ചില മോഡലുകൾക്ക് ലൈറ്റ് ഉണ്ടാവും. ഈ റെയിൽ എന്ന് പറയുന്നത് നമ്മുടെ മേളിൽ വെക്കുന്ന ബാസ്ക്കറ്റ് ഇതിനകത്താണ് മുമ്പോട്ടും പുറകോട്ടും മൂവ് ചെയ്യുന്നത്. ഇതിൻ്റെ പുറകിൽ കാണുന്നതാണ് ഇതിൻ്റെ വെള്ളം വരുന്ന സെക്ഷൻ മേളിൽ നിന്ന് വരുന്നത്. 2 ഷവറാമാണ് ഇതിനകത്തുള്ളത്, ഒരെണ്ണം മേളിലും പിന്നെ ഒന്ന് താഴെയിലും. ഈ ഷവറാമിലൂടെയാണ് ഇതിൻ്റെ വെള്ളം സ്പ്രേ ചെയ്ത് നമ്മളുടെ പാത്രങ്ങളെല്ലാം തന്നെ വാഷായി ക്ലീനായി കിട്ടുന്നത്. ഈ ഒരു ഷവറാം താഴെയും മുകളിലും ഉണ്ടാവും. പിന്നെ വേൾപൂൾ എന്ന് പറഞ്ഞ മോഡലിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് ബാക്ക് സൈഡിൽ ഈ ഒരു ഭാഗത്തായിട്ട് മൾട്ടി സോൺ എന്ന് പറഞ്ഞ ഫംഗ്ഷനും കൂടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ കുറച്ചു മുമ്പ് ഒരു ഹാഫ് ലോഡിന്റെ ഒരു ഫംഗ്ഷൻ പറഞ്ഞിരുന്നു. ഈ ഹാഫ് ലോഡിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേലത്തെ ഉപയോഗിക്കുന്ന ഷവറാം വർക്കാകാതെ ഈ ഒരു ഷവറാം മാത്രം വർക്ക് ചെയ്യും. അപ്പൊ നമുക്ക് കുറച്ച് പാത്രങ്ങൾ ഉണ്ടെങ്കിൽ താഴത്തെ റാക്കിൽ മാത്രം സെറ്റ് ചെയ്ത് നമുക്ക് വെക്കാം. മേളിൽ റാക്കിൽ പാത്രം ഇല്ലാന്നുണ്ടെങ്കിൽ മുകളിലത്തെ ഷവറാം വർക്ക് ചെയ്യില്ല, ഈ ഒരു ഷവറാം മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അതെല്ലാ പ്രോഗ്രാമിലും വർക്ക് ചെയ്യില്ല, 1-2 പ്രോഗ്രാമിൽ മാത്രം. പിന്നെ അതുകൂടാതെ നമ്മൾ പാത്രങ്ങളെല്ലാം തന്നെ ക്ലീൻ ആക്കിയതിന് ശേഷം, അതായത് കഴുകിയിട്ട് വെക്കണമെന്നല്ല ഉദ്ദേശിച്ചത്, പാത്രങ്ങളിൽ ഉണ്ടാകുന്ന വേസ്റ്റുകളെല്ലാം തന്നെ നന്നായിട്ട് വൈപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ ഡിഷ് വാഷറിനകത്തേക്ക് വെക്കാൻ പാടുള്ളൂ. ഇനി ഇൻ കേസ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിൻ്റെ വേസ്റ്റുകളെല്ലാം വന്ന് വീഴുന്നൊരു ഭാഗമാണ് ഈ ഒരു ഭാഗം. ഈ ഭാഗം നമുക്ക് ഊരിയെടുക്കാനായിട്ട് ജസ്റ്റ് ലെഫ്റ്റിലേക്ക് തിരിക്കുക, നേരെ മേളിലേക്ക് ഊരിയെടുക്കുക. ഇതാണ് ഇതിൻ്റെ സമ്പേരിയ. ഇതിനകത്താണ് ഫുള്ള് സെക്ഷൻ, വെള്ളം എല്ലാം വരുന്ന ഇവിടെയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ വാഷ് പമ്പ് ഉപയോഗിച്ചിട്ട് ഈ ഷവറാമിലേക്കെല്ലാം തന്നെ മേളിലേക്ക് വെള്ളം എത്തിക്കുന്നത്. അപ്പൊ ഈ ഒരു ഭാഗമാണ് നമ്മൾ ഉപയോഗത്തിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ അത് വേസ്റ്റ് കിടന്നു കഴിഞ്ഞാൽ ആ വേസ്റ്റിലോട് കൂടി തന്നെ ആയിരിക്കും പിന്നെ രണ്ടാമത്തെ വാഷിംഗ് നടക്കുക. അപ്പോൾ ചിലപ്പോൾ പാത്രങ്ങൾക്കെല്ലാം സ്മെല്ല് വരാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് ഡിഷ് വാഷറിൻ്റെ അകത്ത് വരുന്ന ബാസ്ക്കറ്റുകൾ. ഈ ബാസ്ക്കറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 12 പ്ലേറ്റ് സെറ്റിങ്, 14 പ്ലേറ്റ് സെറ്റിങ്, അങ്ങനെ പലതരത്തിലുള്ള പ്ലേറ്റ് സെറ്റിങ്ങിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും. പ്ലേറ്റ് സെറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും 12 പ്ലേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ 12 പ്ലേറ്റുകൾ, പിന്നെ അതിൻ്റെ ചെറിയ ചെറിയ പാത്രങ്ങൾ, അതിൻ്റെ സ്പൂണുകൾ ഇതിനകത്താണ് വെക്കുന്നത്. ഈ സൈഡിൽ ചെറിയ പാത്രങ്ങളാണ്, ഇതിൽ വലിയ പാത്രങ്ങൾ, അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുക. 12 സെറ്റ് നമ്മൾ എന്തൊക്കെയാണോ കഴിക്കുന്നത് അതിൻ്റെ എല്ലാ സാധനങ്ങളും ഇതിനകത്ത് ഈ മേളത്തെ റാക്കിൽ ഉൾപ്പെടെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ 12 പ്ലേറ്റ് 14 പ്ലേറ്റ് സെറ്റിംഗ് എന്ന് പറയുന്നത് തന്നെ. എന്നിട്ട് നമ്മളിത് അകത്തോട്ട് തള്ളി വെക്കുന്നു. ഇതിൻ്റെ ഷവറാമാണ് ഈ കാണുന്നത്, സ്പ്രേയാമാണ്, സ്പ്രേയാം എന്ന് പറയും, ഷവറാം എന്നും പറയും. താഴെയിലുണ്ട് ഒരെണ്ണം, ഇത് കാണുന്നില്ല, ഈ ബാക്ക് സൈഡിലോട്ട് ഷവറാം കാണുന്നുണ്ട്. ഇതാണ് നമുക്ക് ഈ 2 ബാസ്ക്കറ്റിലുള്ള പാത്രങ്ങളെ നന്നായിട്ട് വാഷ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഈ 2 ഷവറാമുകളാണ്. നമ്മൾ പാത്രങ്ങൾ എപ്പോഴും സെറ്റ് ചെയ്യേണ്ടത് കമത്തിയാണ് വെക്കേണ്ടത്. ഒരിക്കലും മുകളിലോട്ടാക്കി പാത്രങ്ങൾ വെക്കരുത്, താഴെ കമത്തിയായിട്ട് വേണം പാത്രങ്ങൾ വെക്കാനായിട്ട്. എന്നാൽ മാത്രമേ കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് വാഷിംഗ് നടക്കുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പാത്രം വെച്ചു, ഈ ഒരു ചിലപ്പം ചില വീടുകളിൽ വലിയ സൈസ് പാത്രം ഉണ്ടാവും. അപ്പം അങ്ങനെ ഒരു പാത്രം വെക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ഈ റാക്ക് ഫുള്ള് സെറ്റ് ചെയ്തിട്ട് ഈ ഷവറാമൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കി നോക്കണം. ഇങ്ങനെ കറക്കി നോക്കിയിട്ട് പ്രോപ്പറായിട്ട് കറങ്ങുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന വാഷിംഗ് പ്രോഗ്രാം നടക്കുകയുള്ളൂ. ഇപ്പൊ പാത്രത്തിൽ എങ്ങാനും ഇത് ഹൈറ്റ് കൂടിയ പാത്രമാണെന്നുണ്ടെങ്കിൽ ഇതിന്മേൽ ടച്ച് ചെയ്യുന്നുണ്ട്, ഇത് മൂവ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ളൊരു ഓപ്ഷനും കൂടി ഇതിനകത്തുണ്ട്.
ഈ റെയിൽ ഫുള്ള് നമ്മൾ ഈ ഒരു അളവ് കണ്ടില്ലേ, ഈ 2 റെയിൽ കണ്ടില്ലേ, ഈ 2 റെയിലും ഇതൊരു 3 റെയിലും ഉണ്ട്. ഇത് നമുക്ക് ഇതിനെ പുറത്തേക്ക് ഊരിയെടുത്തിട്ട് നമുക്ക് ഇതിനെ ഹൈറ്റ് കൂട്ടാം. ഈ ഒരു റെയിലിനകത്തേക്ക് നമുക്ക് മാറ്റാം. അതെങ്ങനെയാണെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. പിന്നെ അതുകൂടാതെ നമുക്ക് ഇതിനകത്ത് സോൾട്ട് ഇടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടാബ്ലറ്റ് ഇടുന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2-in-1, 3-in-1, 5-in-1 എന്ന് പറഞ്ഞു. അതിനകത്ത് എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നതാണ്. സോൾട്ടും റിൻസിങ്ങും സോപ്പ് പൊടിയും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ആയിട്ട് വരുന്നതാണ്. സോൾട്ട് ഇടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ 5-in-1 3-in-1 ആയിട്ടുള്ള ടാബ്ലറ്റ് മേടിച്ചിട്ടാൽ മതിയാവും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സോൾട്ട് ഇടാനുള്ള ഒരു ചേമ്പറാണിത്. ഇതാണ് സോൾട്ട് ഇടുന്ന ചേമ്പർ. ഇതിനകത്ത് സോൾട്ട് ഇടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിൽ വരുന്ന വെള്ളത്തിനകത്ത് അയൺ കണ്ടന്റ് കൂടി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പാത്രങ്ങൾ, ഇതിനകത്ത് ഉപയോഗിക്കുന്ന പാത്രങ്ങളെല്ലാം തന്നെ അലുമിനിയത്തിന്റെ പാത്രങ്ങളാണെങ്കിലും സ്റ്റീൽ പാത്രങ്ങളാണെങ്കിലും ചെറിയ ചെറിയ ഡോട്ടുകൾ വരും. അപ്പോൾ ആ ഡോട്ടുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനകത്ത് സോൾട്ട് ആഡ് ചെയ്യുന്നത്. അത് വൺസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് തീർന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഈ സിമ്പിളിൻ്റെ അവിടെ ഒരു ലൈറ്റ് കത്തും, ഈ റീസൈക്കിളിൻ്റെ അവിടെ ഒരു ലൈറ്റ് കത്തും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അത് സോൾട്ട് അതിനകത്ത് തീർന്നുള്ളത്. അതായത് ഇത് നമ്മൾ എങ്ങനെയാണ് പുറത്തേക്ക് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നോർമലി ഈ ഒരു ഭാഗം നമ്മൾ ജസ്റ്റ് മേളിലേക്ക് ലിഫ്റ്റ് ചെയ്യുക. കണ്ടോ, ലിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഇവിടെ നിന്ന് റിമൂവ് ആയി. അതുപോലെ തന്നെ ലെഫ്റ്റിലും ലിഫ്റ്റ് ചെയ്യുക, നേരെ പുറത്തേക്ക് എടുക്കുക. നേരെ പുറത്തേക്ക് എടുത്തിട്ട് ഇതേപോലെ തന്നെ മേളിലേക്ക് എടുക്കുക. ഈ ഒരു റാക്ക് തിരിച്ച് ഈ ഒരു പൊസിഷൻ മാറ്റി ഇതിനകത്തേക്ക് കയറ്റിയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് എടുത്തിടുക. ഇപ്പുറത്തെ സൈഡിലുള്ളതും നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് എടുത്തിടുക. നമ്മൾ നേരെ തള്ളി വെക്കുക. തള്ളി വെച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടെ അത്യാവശ്യം നല്ല സ്പേസ് ആയി. ഫുള്ളി ഇന്റർഗ്രേറ്റഡ് ഡിഷ് വാഷറാണ്. ഇതിന് നമുക്ക് എങ്ങനെ അതിൻ്റെ ഫ്രണ്ടിൽ ഡോറ് ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തതായിട്ട് ചെയ്യുന്നത്. ആണ് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡോറ്. ഇങ്ങനെ പല ഡിസൈനിലും നമ്മുടെ കിച്ചണിന് ഏത് ഡിസൈനിലാണോ ഇതിന്റെ പാനൽ വരുന്നത്, ഇതിന്റെ മെഷർമെന്റ് എടുക്കുമ്പോഴത്തേക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മുകളിൽ നിന്ന് കറക്റ്റായിട്ട് തന്നെ മെഷർമെന്റ് എടുക്കുക. പിന്നെ അതുകൂടാതെ ഏറ്റവും ടോപ്പ് ചേർത്ത് പിടിപ്പിക്കുക. ഫുള്ളി ഇന്റർഗ്രേറ്റഡ് ഡിഷ് വാഷ് ആണെങ്കിൽ ചേർത്ത് പിടിക്കുക. നേരെ ഡോർ താഴ്ത്തിയതിന് ശേഷം അതിൻ്റെ 2 സൈഡിലുള്ള ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന 2 സ്ക്രൂ അഴിച്ചതിന് ശേഷം ആ സ്ക്രൂവിൻ്റെ ഹോളിൽ കൂടിയാണ് നമുക്ക് ഡിഷ് വാഷറിൻ്റെ സ്ക്രൂ ആ ബോർഡ് മേലേക്ക് പിടിപ്പിക്കേണ്ടത്. നമ്മളിപ്പോൾ ഈ 4 സ്ക്രൂ നമ്മൾ ഓൾറെഡി ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു. 4 സ്ക്രൂ 1 2 4 സ്ക്രൂ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ അടച്ചു കഴിഞ്ഞാൽ ഈ സാധനം നമ്മൾ കറക്റ്റായിട്ട് സീറ്റിംഗ് ആയിട്ട് ഇരിപ്പുണ്ട്, ലെവലായിട്ട്. ഈ ഒരു പാറ്റേൺ, ഈ സൈഡിലുള്ള പാറ്റേൺ എന്താണ് നമ്മുടെ കിച്ചണിനകത്ത് ഉപയോഗിക്കുന്ന ഏത് ഡിസൈൻ ആയാലും അതേ സെയിം പാനലിൽ നമുക്കിത് കാണാൻ പറ്റും. ഡിഷ് വാഷർ ഉണ്ടെന്നുള്ള നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവില്ല. വേണമെങ്കിൽ നമുക്കൊരു ഹാൻഡിൽ, നമ്മുടെ ഇന്റീരിയർ ചെയ്യുന്ന ഡിസൈൻ അനുസരിച്ചുള്ള ഒരു ഹാൻഡിൽ നമുക്ക് കൊടുക്കാം. അതുപോലെ നമുക്ക് ഈസി ആയിട്ട് ഇത് ഓപ്പൺ ചെയ്യാം. ഹാൻഡിൽ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മൾ നേരെ മുന്നോട്ട് തള്ളി കയറ്റി വെക്കുന്നു. ഇനി ഇത് നമുക്ക് മുന്നോട്ടും പുറകോട്ടും മൂവ് ചെയ്യാതിരിക്കാനായിട്ട് ഇതിന്റെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലും ഇവിടെയും ഒരു ചെറിയൊരു ക്യാപ്പ് ഉണ്ടാവും. ഈ ക്യാപ്പ് ഉരുക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ഒരു സ്ക്രൂ ഉള്ളിലോട്ട് കൊടുക്കാം, 2 സൈഡിലേക്കും കൊടുക്കാം. അപ്പൊ ഡിഷ് വാഷർ പുറത്തേക്ക് വരാതിരിക്കും. ഓക്കെ, അപ്പം എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.